എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവരാജ്യം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യമാണ്. വിശുദ്ധ മത്തായി 5:4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് മാത്രമല്ല, ദുഃഖിക്കുന്നവരും ഭാഗ്യവാന്മാർ, അവർക്കാണ് ആശ്വാസം വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. ഇത് വലിയ ഒരു വിരോധാഭാസമാണ്. കർത്താവ് പറയുന്നു, കരയുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പല രീതിയിലുള്ള കരച്ചിലുണ്ട്. ആത്മീക ഉണർവിൻ്റെ നടുവിൽ കരച്ചിലുണ്ട്. പക്ഷേ വ്യാജ കണ്ണുനീർ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. 2-3 തരത്തിലുള്ള കണ്ണുനീരിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന് സ്വാഭാവികമായ കണ്ണുനീരാണ്. പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും വേർപെടുമ്പോഴും നഷ്ടങ്ങൾ വരുമ്പോഴും ദുഃഖമുണ്ട്. ഇത് സ്വാഭാവികമായ കണ്ണുനീരാണ്. 2, അസ്വാഭാവികമായ കണ്ണുനീർ. വേദപുസ്തകത്തിൽ നിന്നും 1-2 ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ, അമ്നോൻ എന്ന് പറയുന്ന ഒരു യുവാവുണ്ടായിരുന്നു. അവൻ്റെ സഹോദരിയായിരുന്ന താമാരിൽ അവന് സ്നേഹം ജനിച്ചു. അന്നു മുതൽ അവൻ ദുഃഖിച്ച് കിടന്നു എന്നാണ് പറയുന്നത്. കരയേണ്ടതിന് വേണ്ടിയല്ല അവൻ കരയുന്നത്, കരയരുതാത്തതിന് വേണ്ടിയാണ് അവൻ കരയുന്നത്. രണ്ടാമത്തെ ഉദാഹരണം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ ആഹാബ് രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നോക്കുമ്പോൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടു. ആ മുന്തിരിത്തോട്ടം തനിക്ക് ചീരത്തോട്ടം ആക്കണം, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടം ആക്കുവാനായിട്ട് തരണം എന്ന് നാബോത്തിനോട് പറഞ്ഞു. അപ്പോൾ നാബോത്ത് പറഞ്ഞു, ഇത് പിതൃസ്വത്താണ്, ഞാനിത് ആർക്കും, രാജാവിനാണെങ്കിലും കൊടുക്കില്ല. രാജാവ് ദുഃഖിച്ച് കയറി കിടന്നു. ദേശത്തിലെ രാജാവാണ്, മാനസാന്തരത്തിൻ്റെ കരച്ചിലല്ല അത്. നമ്മളൊക്കെ ഇതുപോലെ കരയുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്തിനു വേണ്ടി നാം കരയുന്നു എന്നറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പക്വത അറിയാൻ കഴിയും. അതുപോലെ എന്തുകൊണ്ട് ഒരാൾ ചിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ ആ ആളിൻ്റെ പക്വത അറിയാൻ കഴിയും. ദുഃഖിക്കുന്നവരും കരയുന്നവരുമായ ദൈവമക്കൾ ധാരാളമുണ്ട്. എന്തിനാണ് നാം കരയുന്നത്? നമ്മൾ പിടിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള മനോവ്യഥയുമായിട്ടാണോ നാം നടക്കുന്നത്? ആഹാബിനെ പോലെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കിട്ടാത്തത് കൊണ്ടുള്ള ദുഃഖവും കരച്ചിലുമാണോ? അതോ അമ്നോനെ പോലെ ഹൃദയത്തിൽ വന്ന ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് കരയുന്നതാണോ? നാം എന്തുകൊണ്ട് കരയുന്നു? 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമതായി പാപം മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ടുള്ള ദുഃഖമുണ്ട്. അതിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. പാപത്തെക്കുറിച്ചുള്ള ദുഃഖമാണ് ആവശ്യം. യഹോവയോട് നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഓർത്ത് അതിൽ ദുഃഖിക്കുകയാണ് വേണ്ടത്. കർത്താവെ, എല്ലാവരും അറിഞ്ഞു പോയല്ലോ എന്നോർത്ത് പലപ്പോഴും നമ്മൾ ദുഃഖിക്കാറുണ്ട്. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു എന്നോർത്ത് ദൈവത്തോട് പാപം ചെയ്തതിലുള്ള ദുഃഖം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്, ദാവീദ് രാജാവ് പാപത്തെക്കുറിച്ച് ദുഃഖിച്ചപ്പോൾ പാപത്തെക്കുറിച്ച് മാത്രമല്ല ദുഃഖിച്ചത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നതിലും ദുഃഖിച്ചു. കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ അധരം പോഷ്ക് പറയുന്നതിലല്ല ഞാൻ ദുഃഖിക്കുന്നത്, പോഷ്ക് പറയുന്ന ഒരു അധരം എനിക്കുണ്ടല്ലോ എന്നോർത്താണ്. അരുതാത്ത സ്ഥലത്ത് നോക്കിയത് കൊണ്ടല്ല ദുഃഖിക്കുന്നത്, അങ്ങനെ നോക്കുന്ന കണ്ണുകൾ
ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാതെ അടഞ്ഞിരിക്കുന്ന കാതുകൾ, പ്രാഗൽഭ്യമില്ലാത്ത ജീവിതം എനിക്കുണ്ടല്ലോ എന്നോർത്ത് ദൈവസന്നിധിയിൽ ദുഃഖിക്കുക. അതാണ് യെശയ്യാവ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, അയ്യോ, ഞാൻ അശുദ്ധ അധരമുള്ള ജനത്തിന് നടുവിൽ പാർക്കുന്നു. കർത്താവേ, ഞാൻ ജീവിതത്തിൽ അതും ഇതും പറഞ്ഞു പോയത് എന്നോട് ക്ഷമിക്കണമേ എന്ന് മാത്രമല്ല പറഞ്ഞത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അശുദ്ധ അധരമുണ്ട് എന്ന് സമ്മതിച്ചു. ഇവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം. നമ്മൾ ചെയ്തു പോയതിനെക്കുറിച്ചൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ പാപ സ്വഭാവത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് അനുതപിച്ച്, കർത്താവേ, എൻ്റെ സ്വഭാവ പ്രകൃതി ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് ദുഃഖിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് വേണ്ടും വിധം ദുഃഖിക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതിൽ വീണു പോകുന്നത്. കള്ളം പറഞ്ഞതിനെക്കുറിച്ച് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കള്ളം പറയുന്ന സ്വഭാവത്തിൽ നിന്ന് രൂപാന്തരം വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അനുതപിച്ചിട്ടില്ല. അശുദ്ധി വന്നതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പ്രവണതയുള്ള സ്വഭാവം എന്നിലുണ്ട്, അതിനൊരു രൂപാന്തരം വേണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ പാപം പിടിക്കപ്പെട്ടത് കൊണ്ടല്ല, നമ്മുടെ സ്വഭാവത്തിൽ നിന്നും ഒരു വിടുതൽ വേണം എന്ന് പറഞ്ഞ് അനുതപിക്കുകയും കരയുകയും വേണം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19, 20, 21 ഒക്കെ വാക്യങ്ങൾ, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിന് ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് പറഞ്ഞ് പൗലോസ് വിലപിക്കുന്നുണ്ട്. ഈ കരച്ചിൽ കൊണ്ടാണ് 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ് പറയുന്നത്. കരച്ചിലിൻ്റെയും അനുതാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും ആഴം എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് ജയം ദൈവം നമുക്ക് തരും. 8-ാം അധ്യായത്തിൽ ജയം നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം 7-ാം അധ്യായത്തിൻ്റെ അനുതാപം നമുക്കില്ല എന്നതുകൊണ്ടാണ്. റോമാലേഖനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. കർത്താവേ, അശുദ്ധാധരവും കണ്ണുകളും ജീവിതവുമുള്ള മനുഷ്യനാണ് ഞാൻ. ദൈവാത്മാവ് നമ്മോട് വിവിധമായുള്ള രീതിയിലാണ് ഇടപെടുന്നത്. എന്നോട് ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വമായി ഏറ്റുപറയുന്നവർക്കാണ് ദൈവരാജ്യത്തിൻ്റെ ആശ്വാസം ലഭിക്കുന്നത്. തൻ്റെ വചനം കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടും അവൻ നമ്മെ ആശ്വസിപ്പിക്കും. ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തരത്തിൻ്റെ അനുഭവം 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടതുപോലെ മാനസാന്തരപ്പെടാത്തത് നിമിത്തം ശൗലിൻ്റെ ജീവിതത്തിൽ വേണ്ടതുപോലുള്ള രൂപാന്തരം വന്നില്ല. 1 ശമൂവേൽ 15-13 തൻ്റെ ജീവിതത്തിൽ വന്ന അശുദ്ധി എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശമൂവേൽ ശൗലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവന്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അമാലേക്യരെ മുഴുവനായി നശിപ്പിക്കണമെന്ന് പറഞ്ഞത് പൂർണ്ണമായി അനുസരിക്കാത്ത ശൗൽ രാജാവിൻ്റെ ശമൂവേൽ പ്രവാചകന്റെ അടുക്കലുള്ള ആദ്യത്തെ പ്രതികരണമാണിത്. ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. ആദ്യം തൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തെക്കുറിച്ച് ഭോഷ്ക് പറഞ്ഞു. അനുതാപമില്ലാത്ത, ദുഃഖമില്ലാത്ത ജീവിതത്തിൻ്റെ ചിത്രീകരണമാണിത്. വീണ ഇടത്ത് കിടന്ന് ഉരുളാൻ ശ്രമിക്കും. അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചിട്ടില്ല, എങ്കിലും ദൈവസന്നിധിയിൽ വന്ന് പറഞ്ഞത് കൽപ്പനകളൊക്കെ ഞാൻ അനുസരിച്ചു എന്നാണ്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, ചില കരച്ചിലുകൾ ആശ്വാസത്തിന് നിദാനമാണ്. ചില കരച്ചിലുകൾ അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നത് ഭാഗ്യാവസ്ഥയാണ്. ഇത് ദൈവരാജ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ്, അനുഭവമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിലപിക്കുകയും കരയുകയും അനുതപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും.
ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കരച്ചിലിൻ്റെ മധ്യത്തിലും ആശ്വാസം ലഭിക്കും. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകലിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് നൽകുന്ന ആശ്വാസവും ധൈര്യവും ജീവിതത്തിൻ്റെ ബലമായി കരുതാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ജോലിവേലകൾ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങൾ എല്ലാം അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തിരുസാന്നിധ്യത്തിൻ്റെ നിറവ് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവിൻ്റെ കരുതലും അളവില്ലാത്ത ദാനവും നൽകി പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വർഷമാക്കി അവിടുന്ന് നൽകണമേ. യേശു മശീഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.